ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ഒരു പ്ലാന്റ് കെയർ വീഡിയോ ആണ്. ഇതൊരു ഫിലോഡെൻഡ്രൻ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രൻ ഗ്ലോറിയോസം. ഇതിൻ്റെ ലീഫൊന്ന് നോക്കൂ, എന്ത് ഭംഗിയാണെന്നോ. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഈ പ്ലാന്റിന് ഒരു ഗ്രാൻഡ് ലുക്ക് നൽകുന്നത്. ഗാർഡനിലൊരു ജംഗിൾ വൈബ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാന്റ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതിൻ്റെ ലീഫെല്ലാം ഒത്തിരി വലുതാവുന്നതാണ്. ഈ ലീഫിൽ കാണുന്ന വൈറ്റ് വെയിൻസ് ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട്. കൂടാതെ ഈ ലീഫിൻ്റെ സൈസ്, ഷേപ്പ്, കളറ്, ഒരു വെൽവെറ്റ് ടെക്സ്ചർ എല്ലാ ഘടകങ്ങളും പ്ലാന്റിനെ ഭംഗിയാക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഈ പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ട് ഒരു 5-6 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ഞാൻ ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ്. ഇതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വളർന്നു വരുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് തൈകൾ ഞാൻ പ്രൊപ്പഗേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ സ്റ്റെം ചെയ്ത കട്ടിങ്സ് എല്ലാം ഞാൻ ചെറിയ പോട്ടിലേക്ക് വെച്ചതായിരുന്നു. ഇതിപ്പോൾ ഒരു പുതിയ തൈയായി വളർന്നു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനൊരു പുതിയ ലീഫ് വരുന്നുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കൂ ഇതിൻ്റെ ലീഫ് കാണാൻ. ഇത് വെറും മണ്ണ്, കൊക്കോപ്പീറ്റ് മാത്രം ചേർത്തിട്ടാണ് ഞാനിതിൽ പോട്ട് ചെയ്തിരുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം വളമൊക്കെ കൊടുത്തിട്ട് ഒരു വലിയ പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ ഇത് വലിയ ലീഫായിട്ട് വരും. ഇതിൽ നന്നായി വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. വേരൊന്നും പൊട്ടാതെ പതുക്കെ ഇളക്കിയെടുക്കാം. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സാണ്. ഇത് നല്ലൊരു പ്ലാന്റായി മാറിയിട്ടുണ്ട്. ഇതിന് ഒരു വലിയ പോട്ടിലേക്ക് ഇതിന് ചാണകപ്പൊടി, കോക്കോപ്പീറ്റ്, മണ്ണ് ഇത് മാത്രം കൊടുത്താൽ മതി, പോട്ടി മിക്സായിട്ട്. ഇതെല്ലാം ഞാൻ അന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത വേറെ കട്ടിങ്സ് ആയിരുന്നു കേട്ടോ. ഇതിൽ മഴ കാരണമൊക്കെ അഴുകിപ്പോയിട്ടുണ്ട്. ഇതിന് വെള്ളം കൂടിപ്പോയാൽ ഇത് പെട്ടെന്ന് അഴുകിപ്പോവും ഇതിൻ്റെ സ്റ്റെമ്മ്. ഈ പ്ലാന്റിന് കുറച്ച് സ്ലോ ഗ്രോത്താണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലീഫ് തന്നെ 2 ആഴ്ചയോളം നിലനിൽക്കും. അതിനുശേഷം മാത്രമേ പുതിയ ലീഫ് വരത്തുള്ളൂ. ഇതൊരു ടെലസ്ട്രിയൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് കൊളംബിയ ആണത്രേ. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയൊരു പുതിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.